ഹലോ നമസ്കാരം, എല്ലാവർക്കും ചില്ലജാലകത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു അക്വാസ്കേപ്പിംഗ് ആണ് കാണാൻ പോകുന്നത്. ഞാൻ കോഴിക്കോട് ഭാഗത്ത് ചെയ്തൊരു വർക്കാണിത്. ഏകദേശം ഡച്ച് സ്റ്റൈലാണ് എന്ന് പറയാം. കാരണം കൂടുതലും പ്ലാന്റ്സ് ആണ് ഇതിനകത്ത് ഫോക്കസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മോഡൽ അല്ലെങ്കിൽ ഇത്രയും പ്ലാന്റ്സ് ഒരുമിച്ച് വെച്ചിട്ടുള്ള അക്വാസ്കേപ്പിംഗ് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇനി നമുക്കിതിൽ ഉപയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ സബ്സ്ട്രേറ്റ് ആയിട്ട് നമ്മളൊരു 3 ഇഞ്ച് കനത്തിൽ മണൽ, അതായത് റിവർ സാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ടോപ്പിൽ ഒരു ലെയറായിട്ട് സോയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ വെള്ളം കലങ്ങാനുള്ള സാധ്യത വളരെയധികം കുറയുന്നു. പിന്നെ നല്ല ക്ലാരിറ്റി ആയിട്ട് വെള്ളം എപ്പോഴും നിൽക്കും. കറക്റ്റ് ബയോ ഫിൽട്രേഷനും നന്നായിട്ട് തന്നെ നടക്കും. പിന്നെ ഇതിൽ ഡ്രിഫ്റ്റ് വുഡ് എന്ന് പറഞ്ഞാൽ ചാമ്പയുടെ ആ ഒരു മരം ചെയ്തെടുത്തതാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ചെയ്തതാണ്. 2 പീസ് ഇതിനകത്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 സ്റ്റോൺസ് ഉണ്ട്. അത് റെയൂ സ്റ്റോൺ മോഡൽ സ്റ്റോൺസ് ആണ്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിൽട്രേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കാനിസ്റ്റർ ഫിൽറ്ററാണ്. സൺസണിൻ്റെ 304B എന്നുള്ള ഒരു ഫിൽട്രേഷൻ സിസ്റ്റമാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫിൽട്രേഷൻ സിസ്റ്റമാണ്. അപ്പോൾ അത് നല്ലപോലെ തന്നെ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ സൺസണിൻ്റെ തന്നെ 5 അടി നീളം വരുന്ന ADO 1300W എന്നുള്ളൊരു സിസ്റ്റമാണ്, ലൈറ്റിംഗ് ആണ്. ഇനി നമുക്ക് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാന്റ് ഒക്കെ നോക്കാം. ഇതിലിപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വരുന്ന പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ബക്കോപ്പ കരോളിനിയാന, ബ്രിയോഫില്ലം, മട്ടാഗ്രോസ്, ലഡ്ബീഗിയ റെപ്പൻസ്, റൊട്ടാല, ലിംനോഫില്ല അരോമാറ്റിക്ക, അതുപോലെ ഹൈഗ്രോഫില്ല ഡിഫോമിസ്. പിന്നെ മിഡ് ഗ്രൗണ്ടും ഫോർ ഗ്രൗണ്ടായിട്ട് യൂസ് ചെയ്തേക്കുന്നത് സജിറ്റാരിയ സബുലേറ്റ, ഇക്കിനോഡോറസിൻ്റെ കുറച്ച് പ്ലാന്റ്സ്, അതുപോലെ തന്നെ ക്രിപ്റ്റാകോറിൻ പ്ലാന്റ്. പിന്നെ ഇതിലിപ്പം ഡ്രിഫ്റ്റ് വുഡിൽ നമ്മൾ ജാവമോസും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ടാങ്ക് സൈസ് ഞാൻ പറഞ്ഞില്ല. ഇതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 5 അടി നീളവും 1.5 അടി വീതിയും 2 അടി ഉയരവുമുള്ള ഒരു ടാങ്കാണ്. പിന്നെ ഇതിൽ CO2 സിസ്റ്റം നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇതിപ്പോൾ ഒരു മാസം കഴിഞ്ഞ ഒരു വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഇതൊരു ലോടെക് ആണെന്ന് ചോദിച്ചാൽ ലോടെക് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ഒരു ഫിൽട്രേഷൻ സിസ്റ്റവും ലൈറ്റിംഗ് സിസ്റ്റവും ഒക്കെ കുറച്ച് കൂടിയ ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ഒരു ലോടെക് ടാങ്ക് എന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. നമുക്കതൊരു ലോടെക്കായി ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്തായാലും. അപ്പോൾ ലോടെക്കായിട്ടൊക്കെ നിങ്ങൾക്ക് ടാങ്ക് അക്വാസ്കേപ്പിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം തന്നെ നോട്ടിഫിക്കേഷനായിട്ടും ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.